ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ എന്തിന് എന്നുള്ളതാണ്. കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അണ്ടർലൈങ് സ്റ്റോക്ക് ആ നിശ്ചിത സ്ട്രൈക്ക് പ്രൈസിന് വാങ്ങുവാനുള്ള ഒരു അവകാശമാണ്. എന്തിന് നമ്മൾ വാങ്ങണം? ഒന്ന്, നമുക്ക് ലിവറേജ് കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രീമിയം തുക സ്റ്റോക്ക് നേരിട്ട് വാങ്ങുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ഗെയിൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യമാകുന്നുണ്ട്. അതിനാണ് ലിവറേജ് എന്ന് പറയുക. രണ്ടും ലിമിറ്റഡ് റിസ്ക് ആണ്. സ്റ്റോക്കാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ സ്റ്റോക്ക് ഒരുപാട് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ക്യാപിറ്റലിൻ്റെ വാല്യുവേഷൻ ഒരുപാട് കുറയും. പക്ഷേ ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് മാത്രമാണ് നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ളത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് അപ്സൈഡ് പൊട്ടൻഷ്യലാണ്. ഒരു ഓഹരിയുടെ വില മുകളിലോട്ട് പോകുന്നതിന് ടെക്നിക്കലി യാതൊരു രീതിയിലുള്ള ലിമിറ്റും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റിനുള്ള ഒരു പൊട്ടൻഷ്യൽ എന്നതിനേക്കാൾ നല്ലത് ഒരു ചാൻസ്, വളരെ ചെറിയൊരു ചാൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഈ 3 കാരണങ്ങളാണ് കോൾ ഓപ്ഷൻ വാങ്ങാൻ സാധാരണഗതിയിൽ ആൾക്കാർ തയ്യാറാവുന്നത്. നാലാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് വാങ്ങുന്നതാണ്. എങ്ങനെയാണ് ഈ കോൾ ഓപ്ഷൻ വർക്ക് ചെയ്യുക? ആദ്യമായിട്ട് നമുക്ക് ആവശ്യം ഒരു ഓഹരി തിരഞ്ഞെടുക്കുക. ആ ഓഹരിയുടെ പ്രത്യേകത വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ആ ഒരു നിശ്ചിത ഓപ്ഷൻ കാലയളവിനുള്ളിൽ തന്നെ അതിൻ്റെ വാല്യൂ, ഓഹരിയുടെ വില വർദ്ധിക്കണം എന്ന് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങാൻ തയ്യാറാവുക. അതിനനുസരിച്ചുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസും എക്സ്പയറി ഡേറ്റും നമ്മൾ തിരഞ്ഞെടുക്കണം. അതിൻ്റെ പ്രീമിയം കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് നോക്കിയിരിക്കണം. എങ്ങനെ ഓഹരിയുടെ വില വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൾ ഓപ്ഷൻ്റെ വില വർദ്ധിക്കുന്നുണ്ടോ, നമ്മൾ അതിനനുസരിച്ച് എക്സിറ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തുവാന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുക. നമ്മളൊരു എക്സാമ്പിളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നേരിട്ട് നമ്മൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഓഹരി തിരഞ്ഞെടുക്കാതെ ചാറ്റ് ജിപിടിയോട് പറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചാറ്റ് ജിപിടിയോട് പറഞ്ഞു നോക്കാം എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ. പ്ലീസ് സജസ്റ്റ് എ സ്റ്റോക്ക് ഫ്രം NSE F&O സെഗ്മെൻറ്റിലാണ് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈങ് എ കോൾ. അപ്പോൾ ആ സെഗ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഓഹരി വേണം നമുക്ക് സജസ്റ്റ് ചെയ്യുവാനായിട്ട്. അതിവർ ചെയ്യാൻ നോക്കാം. കോൾ ബൈ ചെയ്യാനാണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ് മറുപടി പറയാൻ നോക്കാം. അവർ പറയുന്നത് മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒന്നുകിൽ കാനറ ബാങ്കിൻ്റെ 110 സ്ട്രൈക്ക് അല്ലെങ്കിൽ ടാറ്റ പവറിൻ്റെ 440 സ്ട്രൈക്ക്, ഇത് സാധ്യതയുണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ടാറ്റ പവർ നോക്കാം. അതിനു മുമ്പ് NSE FO നമുക്ക് നോക്കിയേക്കാം. ടാറ്റ പവർ ഡെറിവേറ്റീവ്സ് ഓപ്ഷൻ സെയിൽ ഡിസംബറിലെ കാര്യമാണ് അവർ സജസ്റ്റ് ചെയ്തത്. 3 എക്സ്പയറി എപ്പോഴും ഓപ്പൺ ആയിരിക്കും. 26 ഡിസംബറിന് എക്സ്പയർ ആവുന്ന സീരീസിൽ അവർ പറഞ്ഞത് 440 കോളാണ്. 440 സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ അറ്റ് ദ മണിയാണ്. 440 അറ്റ് ദ മണിയാവാൻ കാരണം അത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 438.93, അതായത് 439 എന്ന് പറയുന്നത് 440 വളരെ അടുത്താണ്. അതുകൊണ്ട് 440 അറ്റ് ദ മണിയാണ്. ഇതിൻ്റെ കോൾ ഓപ്ഷനാണ്. കോൾ ഓപ്ഷൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോൾ ഓപ്ഷൻ. അത് വാങ്ങാനാണ് അവർ സജസ്റ്റ് ചെയ്തത്. നമ്മളിത് വാങ്ങുകയാണ്. വാങ്ങുമ്പോൾ 11.05 നമ്മൾ കൊടുക്കണം. കാരണം അത്രയും കൊടുത്താലേ അതാണ് ആൾക്കാർ ആസ്കിംഗ് പ്രൈസാണ് നമ്മൾ കൊടുക്കേണ്ടത് വാങ്ങുവാനായിട്ട്. നമ്മളിതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ടാറ്റ പവർ ഓപ്ഷൻസ്, തന്നെയാണ് അവർ കാണിക്കുന്നത്. അറ്റ് ദ മണി ആയതുകൊണ്ടാവാം. കോൾ ഓപ്ഷനാണ്. CE ബൈ ആണ്. ആഡ് പൊസിഷൻ
ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്, ഈ കച്ചവടം ഈ ട്രേഡ് ലാഭത്തിലെത്താനുള്ള ചാൻസ് 32.35 മാത്രമാണ്, 35% മാത്രമാണ് അക്കോർഡിംഗ് ടു ഓപ്സ്ട്ര വെബ്സൈറ്റ്. കാരണം കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് പോസിബിലിറ്റി വിൻ ചെയ്യാനുള്ളത് കുറവായിരിക്കും. മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്, കാരണം മുകളിലോട്ട് സ്റ്റോക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് ലാഭം കൂടിക്കൊണ്ടിരിക്കും. ഇതിനായിട്ട് നമുക്ക് ചിലവാക്കേണ്ടി വരുന്ന തുക 15,457 ആണ്. അത് എന്ന് പറയുന്നത് ലോട്ട് സൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ്. ലോട്ട് സൈസ് എത്രയാണ്? 1350 ആണ് ഇതിൻ്റെ ലോട്ട് സൈസ്. 1350 ഗുണം 11.05, ഗുണം 11.05, 14,917 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓപ്സ്ട്ര ഒരു പക്ഷേ LTP ആയിരിക്കും എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേ പ്രൈസ് ആയിരിക്കും. ലാസ്റ്റ് ഡേ പ്രൈസസ് 11 ആണ്. 11 എന്ന് പറയുമ്പോൾ 14,850. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള പ്രൈസാണ്. അല്ലെങ്കിൽ ഇവിടെ നോക്കാം നമുക്ക് 11.45 ആണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 11.45 വെച്ച് കൂട്ടുമ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് 1545, ഇത്രയും പൈസ കൊടുത്താൽ നമുക്ക് ഈ ഒരു കോൾ ഓപ്ഷൻ വാങ്ങാൻ പറ്റും. ഈ കോൾ ഓപ്ഷൻ വാങ്ങിക്കഴിഞ്ഞാലുള്ള മെച്ചം, ടാറ്റ പവറിൻ്റെ വില ഇപ്പോൾ 439 കിടക്കുന്ന വില വർദ്ധിച്ച് 460 അല്ലെങ്കിൽ 470 അല്ലെങ്കിൽ ഒരു പക്ഷേ 500 ഒക്കെ ആയാൽ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ലാഭം തന്നെ കിട്ടും. 16% കൂടിയാൽ മാത്രമാണ് 511 അല്ലെങ്കിൽ 500 504 അല്ലെങ്കിൽ 501 65,000 സംതിങ് നമുക്ക് ലാഭം കിട്ടുന്ന ഒരു ട്രേഡാണിത്. പക്ഷേ ഈ ട്രേഡ് അങ്ങനെ വർക്കൗട്ട് ആകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വർക്കൗട്ട് ആകാനുള്ള ചാൻസ് പോലും 32.35% മാത്രമാണ്. അത് ശ്രദ്ധിക്കണം. നഷ്ടസാധ്യതയാണ് ഇവിടെ താഴോട്ട് കിടക്കുന്നത്. നഷ്ടസാധ്യത എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത പ്രീമിയമാണ് നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത. അതാണ് ഈ കാണുന്ന 15,437. ഇങ്ങനെയാണ് ഒരു ബൈ കോൾ വർക്ക് ചെയ്യുക. ഇതാണ് ഒരു ബൈ കോളിൻ്റെ അനാറ്റമി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. ബാക്ക് ടു ദ പ്രസൻറ്റേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് അറ്റ് ദ മണി വെച്ചിട്ടാണ്. അറ്റ് ദ മണി മീൻസ് മാർക്കറ്റ് റേറ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അറ്റ് ദ മണി. മാർക്കറ്റ് റേറ്റിനേക്കാൾ താഴെയുള്ള കോൾ ഓപ്ഷൻ അത് ഇൻ ദ മണിയാണ്. ഇൻ ദ മണി വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻ ദ മണി മീൻസ് 440 താഴെയുള്ളത് 435 അല്ലെങ്കിൽ 430 വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മളിതൊന്ന് മാറ്റുകയാണ്. 440 പകരം 430 സ്ട്രൈക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? അവിടെ 17.3 ആണ് അവർ പറയുന്നത് കിട്ടുന്ന പ്രീമിയം. ആ 17.3 എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് 16.85 ആണ് കൊടുക്കേണ്ടി വരിക. 16.85 കൊടുത്താൽ നമുക്കൊരു കോൾ ഓപ്ഷൻ വാങ്ങാൻ പറ്റും 430. 430 കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ പ്രോബബിലിറ്റി 38.82 തന്നെയാണ്, അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു റേറ്റ് ആണ്. നഷ്ടം കൂടുതലായിരിക്കും, കാരണം നമ്മൾ കൂടുതൽ എമൗണ്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ലാഭം ഇങ്ങോട്ട് വില കൂടുന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുക. ഒന്നും സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് 11,948 കിട്ടുകയുള്ളൂ. കാരണം കുറച്ച് ഇൻട്രിൻസിക് വാല്യൂ ഇതിനകത്തുണ്ട്. കുറച്ച് എക്സ്ട്രിൻസിക് വാല്യൂ ഉണ്ട്. എക്സ്ട്രിൻസിക് വാല്യൂ അതായത് ടൈം വാല്യൂ ഓപ്ഷൻ എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴത്തേക്ക് 0-ലെത്തും. അതുകൊണ്ടാണ് നമുക്ക് 22,000 കൊടുത്താലും നമുക്ക് അതേ വിലയിൽ തന്നെ നിന്നാൽ പോലും നഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഒരു ഉറപ്പായിട്ട് നഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ എക്സ്ട്രിൻസിക് വാല്യൂ 0-ൽ പോകുന്നതുകൊണ്ടാണ്. ആ എക്സ്ട്രിൻസിക് വാല്യൂ 0-ൽ പോകുക എന്നുള്ളതാണ് കോൾ ബൈ ചെയ്യുന്ന ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ്. വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഒരു വട്ടം കൂടെ നമുക്ക് ഇൻ ദ മണി ആണ്. അറ്റ് ദ മണിയും ഇൻ ദ മണിയും നമ്മൾ ട്രൈ ചെയ്ത് OTM കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. OTM എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ്റെ കാര്യത്തിൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടിയ സ്ട്രൈക്കുകൾ, അതാണ് OTM. നമുക്ക് 460 ഒന്ന് നോക്കാം. 460യുടെ വില 4.05 ആണ്. 460 എഡിറ്റ്. $460 കോൾ ഓപ്ഷൻ അവർ പറയുന്ന പോലെ 4.05 കൊടുക്കണമെന്നാണ്. 4.05 കൊടുത്താൽ നമുക്കിത് വാങ്ങാൻ പറ്റും. നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം 5,468 മാത്രമാണ്. ലാഭസാധ്യത പിന്നെ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഫർദർ കുറഞ്ഞു, കാരണം നമ്മൾ ഔട്ട് ഓഫ് ദി മണി പോയിരിക്കുക. മാർക്കറ്റ് പ്രൈസിനകത്തുനിന്ന് കുറച്ച് ദൂരെ പോയി ഹൈ സ്ട്രൈക്കിനാണ് നമ്മൾ ഇത് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രൈക്ക് കഴിഞ്ഞ് വീണ്ടും സ്റ്റോക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ
സ്റ്റോക്ക് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നന്നായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്കിവിടെ ലാഭം കിട്ടുകയുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഇത് ഔട്ട് ഓഫ് ദ മണി വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കണ്ടത് ടാറ്റ പവറിൻ്റെ കാര്യത്തിൽ. ഇതിനകത്ത് റിസ്ക് ടൈം ഡീകേ നമ്മളിപ്പോൾ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ എക്സ്പയറിയോട് അടുക്കുമ്പോൾ ഓപ്ഷൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. വാല്യൂ കുറയാൻ കാരണം ടൈം വാല്യൂ കുറയുന്നതുകൊണ്ടാണ്. മാർക്കറ്റ് വൊളാറ്റിലിറ്റി, അൺപ്രഡിക്റ്റബിൾ പ്രൈസ് ഇമ്പാക്റ്റ്. അൺപ്രഡിക്റ്റബിൾ പ്രൈസ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈസ് താഴോട്ട് പോയാൽ ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം നമ്മൾ ഓപ്ഷൻ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. ഇൻകറക്റ്റ് പ്രൊഡിക്ഷൻസ്, നമ്മളുടെ പ്രൊഡിക്ഷൻ തെറ്റിയാൽ, ഇവിടെ ഇപ്പോൾ നമ്മളൊന്നും പ്രൊഡിക്റ്റ് ചെയ്തില്ല, നമ്മൾ ChatGPT പറഞ്ഞത് നമ്മളങ്ങ് ചെയ്യുക ചെയ്ത്, അത് ശരിയാവണമെന്നില്ല, യാതൊരു ചാൻസും ഇല്ല. ജസ്റ്റ് ഇതൊക്കെ വളരെ റാൻഡമായിട്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. ടാറ്റ പവറിൻ്റെ പ്രൈസ് ഈ നിശ്ചിത പീരീഡിനുള്ളിൽ മുകളിലോട്ട് പോകും എന്ന് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മാജിക് അറിഞ്ഞാൽ പോലും അത് സാധ്യമാവുകയില്ല. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കോൾ ബൈ ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ചില ടിപ്പുകൾ: നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് തുടങ്ങുക. കാരണം പലപ്പോഴും നമ്മുടെ പൈസ നഷ്ടപ്പെടും കോൾ ബൈ ചെയ്യുമ്പോൾ. മിക്കവാറും 99% ഓഫ് ദ ടൈം നമ്മൾ പൈസ നഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ള ചാൻസ് ഇല്ല. യൂസ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. ഇത് സ്റ്റോപ്പ് ലോസ് ഓർഡർ പറഞ്ഞ ആൾക്കാർ സാധാരണ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നഷ്ടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫർദർ നഷ്ടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് കച്ചവടം നിർത്തി വീട്ടിൽ പോകുന്ന ഒരു സിസ്റ്റത്തിനാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുക. ഡൈവേഴ്സിഫൈ അക്രോസ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. പല രീതിയിലുള്ള സ്ട്രാറ്റജികൾ, കോൾ ബൈ മാത്രമല്ലാതെ വേറെ ഒരുപാട് സ്ട്രാറ്റജികൾ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ചാൻസ് ഉണ്ട്. നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, കോൾ ഓപ്ഷൻസ് ഓഫർ എ വേ ടു പ്രോഫിറ്റ് ഫ്രം റൈസിംഗ് സ്റ്റോക്ക് പ്രൈസസ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ കോൾ വാങ്ങിയവർക്ക് ലാഭം ഉണ്ടാവുക. അണ്ടർസ്റ്റാൻഡ് റിസ്ക് ആൻഡ് മെക്കാനിസം സ്പോർട്സ് സക്സസ്ഫുൾ ട്രേഡിംഗ്. വിജയകരമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള റിസ്ക്, ഇതിൻ്റെ മെക്കാനിക്സ്, ഇത് ഏത് രീതിയിൽ ഇത് വർക്കാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഈ ചാർട്ട് വഴി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് പുതിയ ബയേഴ്സിനും അല്ലെങ്കിൽ പുതിയതായിട്ട് മാർക്കറ്റ് വരുന്നവർക്കും അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി മാത്രമാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ഒരു ലോ പ്രോബബിലിറ്റി ട്രേഡാണ്. പലപ്പോഴും പൈസ